അപ്പോൾ ഇതേ ഫിദപ്പൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മോംസ് വേൾഡ് ടോയ് ഹബ്ബിക്കാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സും ടോയ്സിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ. എന്തായാലും ആദ്യം തന്നെ മോംസ് വേൾഡ് ടോയ് ഹബ്ബിക്ക് പോകാമെന്നുള്ള ഞങ്ങളുടെ തീരുമാനം ഒട്ടും പാളിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കറക്റ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. അവന് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എന്തായാലും ഞങ്ങൾക്ക് വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. ടോയ്സൊക്കെ വീട്ടിൽ ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം അത്ര മൈൻഡ് കൊടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ വിട്ടത് ജ്യൂസി ക്യാരറ്റ്. അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് സലാഡും ചിക്കൻ കത്തിറോളും പിന്നെ എൻ്റെ ഫേവറേറ്റ് ചിക്കു ഷേക്കും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിശപ്പ് കൂടിയിട്ടാണോ എന്നറിയില്ല, ടേബിളിൽ വന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അതൊക്കെ കഴിച്ച് തീർന്നപ്പോഴേക്കും നല്ലൊരു മഴയും പെയ്ത് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെർപ്പളശ്ശേരിയിലെ ലോഡൻ ലേഡിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോപ്പ് വന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഫാൻസി ഐറ്റംസ് എടുക്കാറ് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോവും, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഏട്ടൻ എന്നെ അധിക നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ലൊരു യെല്ലോ ലൈറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം കണ്ടു നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നന്ദനത്തേക്കാണ്. ടെസ്റ്റ് പഠിക്കുന്ന കാലത്ത് ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഓൺ ആയാലും ഒക്കെ ഞങ്ങൾ ഈ നന്ദനത്തിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെയുള്ള എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. അപ്പോൾ ഫിദുവിന് ഡെക്കറേഷനുള്ള ഐറ്റംസ് മേടിക്കാനാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫിദുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ച് പിന്നെ നമ്മൾ ഏട്ടനെ 2 ഷർട്ട് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഷർട്ടൊക്കെ എടുത്ത് പിന്നെ വേഗം വീട്ടിലോട്ട് വിട്ടു. ഇന്ന് നമ്മുടെ അച്ഛമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു, ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ അച്ഛമ്മേനെ സാരി കുടിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി വന്ന് കേക്കൊക്കെ മുറിച്ചു കേട്ടോ. സാധാരണ അച്ഛമ്മയ്ക്ക് ഇങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്യാൻ പരിപാടി വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അച്ഛമ്മ നല്ല കൂളായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മുടെ ചേച്ചി പെണ്ണിനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഇത് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.